നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്ക്ഡൌൺ കാരണം സൗദി അറേബ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഗർഭിണികളായ 40 മലയാളി നേഴ്സുമാർ നാട്ടിലേക്ക് മടങ്ങുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയിരിക്കുകയാണ്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുഖേനയാണ് ഇവർ സഹായം തേടി സർക്കാരിന് കത്ത് നൽകിയത്. കത്തിനോട് കേന്ദ്രം അനുകൂലമായി ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. കോട്ടയത്ത് നിന്നുള്ള 13 പേർ, ഇടുക്കിയിൽ നിന്നുള്ള 5 പേർ തുടങ്ങി 12 ജില്ലകളിൽ നിന്നുള്ള 40 നേഴ്സുമാരാണ് സൗദിയിലെ വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഭൂരിപക്ഷം പേരും ഒറ്റയ്ക്കാണ് സൗദിയിൽ ജോലിക്കായി പോയിരിക്കുന്നത്. നേഴ്സുമാരെ നാട്ടിലെത്തിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് 3 തവണ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും കാത്തിരിക്കണമെന്നുമായിരുന്നു ലഭിച്ച മറുപടി. സൗദിയിൽ നിന്ന് നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ മാതൃകയിൽ ഇന്ത്യയും തങ്ങളെ നാട്ടിലെത്തിക്കണമെന്നാണ് നേഴ്സുമാരുടെ ആവശ്യം. അതേസമയം ഗൾഫിൽ കോവിഡ് മരണസംഖ്യ 190 ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ 12 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. രോഗബാധിതരുടെ എണ്ണം ഗൾഫിൽ കുത്തനെ ഉയർന്നു. എല്ലാ രാജ്യങ്ങളിലുമായി രോഗികളുടെ എണ്ണം 31,000 കടന്നു. 6 പേർ കൂടി മരണപ്പെട്ടതോടെ സൗദി അറേബ്യയിൽ കോവിഡ് മരണസംഖ്യ 109 എത്തി. 3 പേർ മരണപ്പെട്ട UAE-യിൽ മരണനിരക്ക് 46 ആണ്. കുവൈറ്റിൽ 2ഉം ഒമാനിൽ 1 ഇന്നലെ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ എല്ലാ രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം ഉയരുകയാണ്. സൗദി അറേബ്യയിൽ മാത്രം 1147 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. UAE-യിൽ 490, ഖത്തറിൽ 518, ഒമാനിൽ 98, കുവൈറ്റിൽ 85, ബഹ്റൈനിൽ 45 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗികളുടെ എണ്ണം 31,000 കടന്നിരിക്കെ കർശനമായ നിയന്ത്രണ നടപടികളിലേക്ക് നീങ്ങുകയാണ് രാജ്യങ്ങൾ. അതേസമയം രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഇതിനകം 4,630 പേർക്കാണ് രോഗവിമുക്തിയുണ്ടായത്. പുതുതായി ഏർപ്പെടുത്തിയ ഫീൽഡ് ആശുപത്രികളിലും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും ആയിരങ്ങൾ തുണയാകുന്നുണ്ട്. ഒമാനിലും കുവൈറ്റിലും നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ്. സൗദിയിൽ ഏകീകൃത കർഫ്യൂ പാസ് പ്രാബല്യത്തിൽ. ഏപ്രിൽ 23 മുതൽ 2 ആഴ്ചക്കാലം ബഹ്റൈനിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി. UAE-യിൽ ജോലി നഷ്ടമായവർക്ക് 6 മാസത്തെ വർക്ക് പെർമിറ്റ് നൽകുന്നതായിരിക്കും. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും റമദാൻ ഭാഗമായുള്ള പൊതുചടങ്ങുകൾക്ക് വിലക്കും ഏർപ്പെടുത്തി. ഇത്തരമൊരു സാഹചര്യം ഗൾഫിൽ ഉരുവായിരിക്കെ അവിടെ അകപ്പെട്ടു പോയ നമ്മുടെ സ്വന്തം പ്രവാസി മലയാളികളെ നാട്ടിലെത്തിക്കേണ്ടത് നമ്മുടെ കർത്തവ്യം കൂടിയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.